Leo, badass. Leo Das is a badass. Hello, good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട്, സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നല്ല കലക്കൻ എപ്പിസോഡ്. കലക്കൻ എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലക്കൻ എപ്പിസോഡ് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. നല്ല ചൂട് ചോറും അതിൻ്റെ പുറത്ത് കുറച്ച് സാമ്പാറും പിന്നെ പല പല ഉപ്പേരികളും പപ്പടവും ഒക്കെ കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഏമ്പൊക്കെ അങ്ങോട്ട് വിട്ട് കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, ആ ഒരു സുഖം എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ലാലേട്ടൻ ഫയർ ആഗ്രഹിച്ച കാര്യങ്ങൾ, അറ്റ്ലീസ്റ്റ് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ലാലേട്ടൻ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനോട് ചോദിക്കുകയും പറയുകയും ചെയ്യേണ്ട പോലെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണുകളിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ഈ സീസണിൽ ലാലേട്ടൻ്റെ ആണെങ്കിൽ അപ്രോച്ച് ഫീൽ ചെയ്യുന്നത്. അത് ഇങ്ങനെ തന്നെ മുമ്പോട്ട് തുടർന്ന് പോട്ടെ, ഗംഭീരമായി. വെറുതെ ഓരോന്ന് പറയുക പോവുക എന്നുള്ളൊരു പരിപാടി അല്ലാതെ വിത്ത് ക്ലിപ്സ് ആണ് കാണിച്ചു കൊടുക്കുന്നത്, തെളിവ് സഹിതമാണ് കാണിച്ചു കൊടുക്കുന്നത്. തൊലി ഉരിഞ്ഞു പോവും പലരുടെയും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത്. ആരിൻ്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ ആകെ നാണം കെട്ട അവസ്ഥയായിരുന്നു ഇന്ന്, സീരിയസ്ലി. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കേണ്ട വിഷയങ്ങൾ, മറ്റേ അക്ബർ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന സംഗതികൾ. അതിപ്പോൾ എത്ര തവണയായി അക്ബർ, ഒരുപാട് തവണയായി മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, വല്ലാതെ ചൂടാവുക, വെള്ളം വയ്ക്കുക. അക്ബർ മാത്രമൊന്നുമല്ല, അഭിലാഷ് ആയിക്കോട്ടെ, ഓനിയലായിക്കോട്ടെ, എന്തൊക്കെയാണ് വിളിച്ചു പറയണേ. അത് നമുക്ക് വന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇവരിങ്ങനെ ആവശ്യമില്ലാതെ ബഹളവും വെക്കുക, എറിയും ഇങ്ങനെ ലിമിറ്റ് വിട്ടിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ലാലേട്ടൻ അവരുടെ അടുത്ത് കയറി ചൂടായി കാര്യം അങ്ങ് പോയിന്റ് നോട്ട് ചെയ്ത് വെച്ച് പറഞ്ഞ് എന്താ പറയുക, ക്ലിപ്പ് സഹിതം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഓക്കെ വീണ്, നമ്മളും സന്തോഷവാന്മാരാവുകയാണ്. അതാണ് ആക്ച്വലി ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് കിട്ടിയൊരു ഫീൽ എന്ന് പറയുന്നത്. എല്ലാം ചോദിച്ചു, എല്ലാം പറഞ്ഞു, കൊടുക്കേണ്ട പോലെ കൊടുത്തു, കിട്ടിയിട്ടുണ്ടാവും. സീരിയസ്ലി ഇനിയെങ്കിലും നന്നാവട്ടെ. അപ്പം ഞാൻ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് എപ്പിസോഡ് ഇങ്ങനെ ലൈവ് പോലെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കമൻറ്റിൽ പറയണ്ട, ആര്യൻ്റെ മറ്റേ ചിരിച്ചതും കൂടി ചോദിക്കുക, അതെന്താ ചോദിക്കാത്തതെന്നുള്ളത് ഞാനും ചിന്തിച്ചു. ബട്ട് അതിനിപ്പോൾ ചോദിച്ചില്ലെങ്കിലും ആര്യന് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് കാര്യമായിട്ട്. ഇപ്പോൾ ഐജീൻ്റെ കേസ് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും മറ്റേ ഒക്കെ പരിപാടികളൊക്കെ പറഞ്ഞിട്ട് നല്ല ഘനത്തിൽ കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ ഊക്കി വിട്ട് നാണം കെടുത്തി വിട്ടിട്ടുണ്ട്. ഓക്കെ, മതി. ലാലേട്ടൻ അങ്ങനെയാണ്, ഒരു പരിധി വിട്ട് പുള്ളി ചൂടാവാനും പിടിക്കാനൊന്നും പോകില്ല. കാരണം അങ്ങനെ ഒരു മനുഷ്യനാണ് പുള്ളി, വളരെ പോസിറ്റിവിറ്റിയുടെ ആളാണ്. അപ്പം മതി, ഉള്ളതൊക്കെ വെച്ച് ഇതാവുക. ആര്യന് കാര്യം പിടുത്തം കിട്ടിയിട്ടുണ്ടല്ലോ, അത് മതി. പുള്ളിക്ക് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കോൺഫിഡൻസും ജാടയും പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട്. അത് പുള്ളി തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എപ്പിസോഡ് കണ്ട സമയത്ത്. അപ്പം എന്നാലും കറക്റ്റൊരു എപ്പിസോഡായിരുന്നു. ഇനി നമ്മുടെ മുത്ത് അനീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇന്നലെ ഞാൻ പുള്ളിയെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഹി ഈസ് എ ഗെയിമർ. പോളി അനീഷ് പൊളിയാണ്. അനീഷ് എന്ന് പറഞ്ഞാൽ പോളി മച്ചാൻ കിട്ടും. അത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എജാതി മനുഷ്യനോടോ, എജാതി കണ്ടസ്റ്റൻ്റാണ് പുള്ളി. ഓണറായിട്ട് കയറി ചെന്ന് പണ്ണൽ നോക്കി കയറി വന്ന സമയത്ത് ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു കക്ഷിയായിരുന്നു പ്രേക്ഷകരുടെ ഇടയിൽ. പക്ഷേ ഇപ്പോൾ ആയിട്ട് ആൾക്ക് നല്ല സപ്പോർട്ട് കയറി വരുന്നുണ്ട്. ആളുകൾക്ക് പുള്ളിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അത് വെറുതെ അയാൾ അയ്യോ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് തൊലിഞ്ഞ ഒറ്റപ്പെട്ട കളി കളിച്ചിട്ടോ സെന്റിമെന്റ്സ് ഉണ്ടാക്കിയ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല. അതിൻ്റെ അകത്ത് കളിച്ച് ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിച്ച് അന്തസ്സായിട്ട് നിന്ന് കളിച്ചിട്ട് ഉണ്ടാക്കിയ സപ്പോർട്ടേഴ്സാണത്. അത് അഭിമാനിക്കാം. ആസ് എ കോമഡർ എന്നുള്ള രീതിയിൽ, ഒരു കിടിലൻ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ അനീഷിനെ അഭിമാനിക്കാവുന്നൊരു ഒരു ഒരു സംഭവമാണ്. സീരിയസ്ലി ഒറ്റയ്ക്ക് കളിക്കുന്നു, ആരും ഡിപ്പെൻഡ് ചെയ്യാതെ നിന്നിട്ട് കളിക്കുന്നു. ഹിസ് ബ്രില്യൻറ്റ് എന്ന് ഞാൻ എടുത്തു പറയാം. ഇടയ്ക്ക് മറ്റേ ഡിവോഴ്സിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ട് മറ്റേ ചളവായി കയ്യിൽ നിന്ന് പോയി, റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വായിന്ന് വന്നു എന്നുള്ളൊരു കാര്യം ഒഴിച്ചാൽ പുള്ളി ഇനി അതിൻ്റെ അകത്ത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മര്യാദക്കൊക്കെ നിന്ന്, അബദ്ധമൊന്നും പറ്റിക്കാതെയൊക്കെ നിന്ന് അവസാനം വരെ നിൽക്കുകയാണെങ്കിൽ ആളെയും സുഖമായി കപ്പടിച്ച് പോവും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്, കപ്പടിച്ചിട്ട് പോവും. അറ്റ്ലീസ്റ്റ് ടോപ്പ് 3 മൂപ്പര് വരും, അബദ്ധം പറ്റാതിരുന്നു കഴിഞ്ഞാൽ. അങ്ങനെ സംഭവിക്കട്ടെ, കലക്കൻ. ഇപ്പോൾ മറ്റേ ശരിക്കും ആ മറ്റേ സംഭവം വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ കിട്ടി. മറ്റേ പുള്ളി മൗനമായിട്ട് ഇരുന്ന ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അത് ബിഗ് ബോസ് എന്താ പറഞ്ഞത്, ഇപ്പം തൊട്ട് ഷോ തീരുന്നവരെ ഉണ്ടാണ്ടിരിക്കണം എന്ന് പറഞ്ഞ സംഭവമാണ് അളിയന് കിട്ടിയത്. അളിയന് മനസ്സിലായി. കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായാൽ മതി, ഏതവനും മനസ്സിലാവും. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഷോ തീരണവരെ ഒന്നും മിണ്ടാതിരിക്കാനൊന്നും ബിഗ് ബോസ് പറയത്തൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ടാസ്ക്.
അത് പുള്ളി മനസ്സിലാക്കി, പുള്ളി മിണ്ടാണ്ട് നിന്നു. ബാക്കിയുള്ള കിഴങ്ങന്മാർക്കൊന്നും ഇത് മനസ്സിലായതുമില്ല. എല്ലാവരും കൂടി മുട്ടയടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴേക്കും എന്താ പറയുക, കാണാ കൂടാന്ന് പറഞ്ഞാൽ പോയിന്റും കളഞ്ഞു. മുട്ടയടിക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ ആയിരത്തൊരു ഡിസ്കഷനായിരുന്നു. ആര്യൻ്റെ നിലപാട് മാറ്റങ്ങൾ 4-5 നിലപാടുകൾ മാറ്റി മറിച്ചൊക്കെ പറഞ്ഞതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് ആര്യനെ നാറ്റിച്ച് കൊടുത്തിട്ടുണ്ട്, കൈ കൊടുത്തു ആര്യൻ്റെ. അവിടെ അനീഷ് അവിടെ സൂപ്പറായി. ശരിക്കും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ വായ അടഞ്ഞുട്ടാ. ഇന്ന് അപ്രിസിയേഷൻ അനീഷിന് ലാലേട്ടൻ കൊടുത്ത സമയത്ത് എല്ലാത്തിനും വായ അടഞ്ഞു. അത്രയും ബ്രില്യൻ്റ് ആണെന്നേ. അത് മനസ്സിലാത് കോമൺ സെൻസ്, ചെറിയൊരു കാര്യമല്ലടോ അത്, ഒരു കോമൺ സെൻസ് അല്ലേ. അവസാനം വരെ മിണ്ടാണ്ടിരുത്തില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് അനീഷിനുണ്ടായതുകൊണ്ട് ആ ടാസ്ക് പുള്ളി വിജയകരമായിട്ട് പൂർത്തീകരിച്ചു. മുട്ട എന്തായാലും ഇവർ അടിപ്പിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട വിവരം മറ്റ് 2 എണ്ണത്തിനും ഉണ്ടാവേണ്ടതായിരുന്നു. അവിടെ ഒരൊറ്റ കണ്ടസ്റ്റൻറ്റിനും ഒരു ഇത് മനസ്സിലായില്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അവർ നെവിന് മനസ്സിലായി തോന്നുന്നു, വേറെ ആർക്കും അത് മനസ്സിലായിട്ടില്ല. പിന്നെ മറ്റേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ടാസ്ക് മര്യാദയ്ക്ക് കംപ്ലീറ്റ് ചെയ്തവൻ്റെ അടുത്ത് ബഹളം വയ്ക്കാൻ വേണ്ടിയിട്ട് മണ്ടക്കുഷ്മാണ്ടങ്ങളൊക്കെ കൂടിയിട്ട് പോണു. അക്ബർ അനീഷിൻ്റെ മുകളിലേക്ക് മറ്റേ തലോണം എടുത്തിട്ട് വലിച്ചെറിയണം. ഇതൊക്കെ കാണിച്ചു കൊടുത്തു, അക്ബറിനെ തന്നെ കാണിച്ചു കൊടുത്തു. എല്ലാവരും നാട്ടുകാരെ മൊത്തം ആ ക്ലിപ്പ് മൊത്തം എടുത്തിട്ട് ലാലേട്ടൻ കാണിച്ചു കൊടുത്തു, കലക്കി. മൊത്തത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ. ഇതിപ്പോൾ നിങ്ങൾ ഞാൻ പറയണ വെക്കുന്ന ഇത് വിചാരിക്കും അനീഷിൻ്റെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്. പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം വന്നാൽ പിന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ. ബാക്കിയുള്ളവരൊക്കെ മക്കുണന്മാരെ പോലെ അതിൻ്റെ അത് ഇരുന്നിട്ട് ഒരാൾ മാത്രം അവിടെ അത്യാവശ്യം നല്ല കാര്യവിവരത്തോട് കൂടിയിട്ട് ഗെയിം കളിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ എന്താ മുമ്പന്മാരാണ് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടത്? അനീഷിനല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്? അനീഷ് ഉഷാറായി, കലകി. ഒറ്റയ്ക്ക് നിന്ന് കളിക്കാം, ഒറ്റയ്ക്ക്. അയാളൊരിക്കലും എന്നെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തണേ എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അയാൾ ശ്രമിച്ചിട്ടില്ല. അത് അയാൾ സൗഹൃദം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ തുടങ്ങിയതാണ് ഈ കളി. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടുത്തിയേ എന്നുള്ളൊരു സാധനം വരാനുള്ള സാധ്യതയില്ല. അയാൾ തന്നെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് സെൻറ്റിമെൻറ്റ്സ് വിചാരിച്ചിട്ടല്ല അയാൾ കളിക്കുന്നത്, അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് കിട്ടുന്ന വിചാരിച്ചിട്ടോ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു കളിക്കുക അങ്ങനെയൊന്നും അല്ല പുള്ളി കളിക്കുന്നത്. എല്ലാവരും കൂടി അയാൾ ഒറ്റപ്പെടുത്തിയാലായി എന്നല്ലാണ്ട് അയാൾ അതിന് വേണ്ടിയിട്ട് ഒരു കളിയും കളിക്കുന്നില്ല. അയാൾ ഇൻഡിവിജ്വലി കട്ടെന്ന് പ്രൊവോക്ക് ചെയ്ത് കളിക്കുക. പക്ഷെ ഇപ്പോൾ ആൾ ചേഞ്ച് ദ ഗെയിം. അയാൾ മാറി. ഇപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലാണ് ആക്ച്വലി നിൽക്കുന്നത്. ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ്. ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് അനീഷിനെ ഇപ്പം തോന്നുന്നത്. നല്ല ക്വാളിറ്റി കണ്ടസ്റ്റൻ്റാണ്. സത്യമല്ലേ, ആ ഓനിയിലൊക്കെ അവിടെ കിടന്നിട്ട് എന്ത് പുണ്ണാക്കാണ് കാണിക്കണത്? വെറുതെ ബഹളം വയ്ക്കുന്നു, ചൂടാവണ്. ഒരു ക്വാളിറ്റിയും തോന്നുന്നില്ല ഓനിയലിനൊന്നും. അപ്പോൾ ഇവരൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അനീഷ് എന്ത് തെറ്റ് ചെയ്തു? മര്യാദയ്ക്ക് കൊടുക്കുന്ന ടാസ്ക് 100% ചെയ്യാൻ നോക്കുന്നു, എന്തിനും വില്ലിംഗ് ആയിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്നു, ഗെയിം കളിക്കുന്നു, ഗെയിമായിട്ട് കാണുന്നു. അപ്പോൾ അനീഷല്ലേ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഒരുപാട് മാറിയില്ലേ ഇപ്പോൾ? മുമ്പത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറി അനീഷ്. ഇനി വേറൊരാളുണ്ട്. ഇപ്പം ഇന്ന് മറ്റേ സരിക പോയിട്ടുണ്ട്. രേണുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രേണുവിനെ കളിയാക്കി വിട്ടതാണെന്നുള്ളത് എത്ര ആൾക്കാർക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല. രേണുവിന് മനസ്സിലായോ എന്നുള്ളത് എനിക്കറിയില്ല. ആരോട്ടും ചോദിക്കുന്നുണ്ട്, അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നല്ലോ പറഞ്ഞിട്ട് മറ്റേ രേണുവിനെ പറയുന്നുണ്ട്. എന്താ ഉദ്ദേശിച്ച്? അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട രേണു? ഒന്നും ചെയ്യണില്ല, അവിടെ ഇരുന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശിച്ച് തോന്നുന്നു. ആരോട്ടൻ പറഞ്ഞുകൊണ്ടൊരു തെറ്റുമില്ല. രേണു എന്ത് കാണണം അതിൻ്റെ അകത്ത് വിണ്ടാണ്ടിരിക്കണം. അവർക്ക് ആകെ പറയാനുള്ളത് ആ മുടി എക്സ്റ്റൻഷൻ എന്നുള്ള കാര്യം മാത്രമാണ്. വേറൊരു ഉണ്ടയും അവർക്ക് അതിൻ്റെ അകത്ത് പറയാനുമില്ല, ചെയ്യാനുമില്ല. അവരെ കൊണ്ട് വയ്യ. ഷീ ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദ ഷോ. അതാണ് എനിക്ക് തോന്നിയത്. അവർക്ക് അതിൻ്റെ അകത്ത് നിൽക്കാനും വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നത്. എന്നിട്ട് കാര്യമില്ല, കാണണ്ടേ? സീരിയസ്ലി മാൻ, ഇത് ചുമ്മാ ഫണ്ണായിട്ട് തമാശയായിട്ട് പറയുന്നൊന്നുമല്ല. അവിടെ 78 ക്യാമറ ഉണ്ട് എന്നൊക്കെ പറയപ്പെടണം. ആ 78 ക്യാമറയൊന്ന് മറഞ്ഞു നിൽക്കുകയാണ് അവർ. കാണുന്നില്ല. എന്താ ചെയ്യണം അതിൻ്റെ അത്? ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ച വരുന്നു. ഈ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ആരെങ്കിലും പോകുമോ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ചിട്ട് ഷാരിക പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാരിക മേ ബി. ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഷൈത്യയാണ്, പക്ഷെ പോകാൻ സാധ്യതയുള്ളത് ഷാരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സൺഡേ എപ്പിസോഡിൽ. ബട്ട് രേണുവൊക്കെ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത് ആര് പോകുന്നതിനോടും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. രേണു എന്തോ നോമിനേഷനിൽ വരാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു പോവുക. നോമിനേഷനിൽ വന്നാൽ തെറിക്കേണ്ട കേസാണ് അതൊക്കെ. അപ്പോൾ രേണു അതിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത് ആര് പോയാലും വലിയ രസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ദാറ്റ്സ് ഇറ്റ്.